ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഞാൻ ജനിച്ചു വളർന്ന നാട്, അതായത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്തിൽ പാതാറിലാണ് ഈ വീട് ഉള്ളത്. അതായത് 2019 പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന അതേ നാടാണ് പാതാറ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ എടക്കര വഴിക്കടവ് ഭാഗത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ എൻ്റെ നാട്ടിലാണ് നമ്മൾ എന്നെ കൂടുതൽ അറിയുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും. എൻ്റെ വീടുള്ളത് ഇതാണ് എൻ്റെ വീട്. അതേപോലെ തന്നെ എൻ്റെ അപ്പൻ ഇവിടുന്നാണ് അന്ത്യശ്വാസം വലിച്ചത്. അപ്പോൾ നമ്മൾ എൻ്റെ അപ്പൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ്റെ അമ്മ, അങ്ങനെ എല്ലാവരും, ഞങ്ങളെല്ലാവരും, അപ്പൻ്റെ പെങ്ങന്മാർ, ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് താമസിച്ചിരുന്ന, അപ്പൻ്റെ ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് താമസിച്ചിരുന്ന വീടാണ്. പഴയ വീടായിരുന്നു. നമ്മളിപ്പോൾ ഇത് വീണ്ടും ഒരു പുതിയ വീട് നമ്മളുണ്ടാക്കി. ഇവിടെ ഏകദേശം 6 വർഷത്തോളം അപ്പൻ താമസത്തിന് ശേഷമാണ് അപ്പൻ മരണപ്പെട്ടു പോയത്. അപ്പോൾ ഇതാണ് എൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. നമ്മൾ ജനിച്ചത് വളർന്നത് നമ്മുടെ സ്വന്തം നാട്. ഇതൊരു മലയോര പ്രദേശമാണ്. ഇവിടെ നമ്മുടെ അങ്ങനെ 2019 പ്രളയത്തിന് ശേഷം നമ്മുടെ നാട് തന്നെ ഏകദേശം ഒരു നാമാവിശേഷമായിടത്ത് നമ്മളിപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ ഉയർന്ന് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നാടൊക്കെ നമ്മൾ ഡെവലപ്പായിട്ടുണ്ട്. പഴയതുപോലെ തന്നെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അനിയനും അമ്മയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണുള്ളത്. എന്നിരുന്നാലും ഞാൻ കുറച്ചും കൂടി വൈഫിൻ്റെ ഒരു ജോലി കാര്യങ്ങൾ, പിന്നെ കൊച്ചിൻ്റെ പഠിത്തത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാടകയ്ക്കാണ് ഇപ്പോൾ താമസിക്കുന്നിടത്തേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ CV നേരിട്ട് മേടിക്കുന്നത് ഇവിടെ വെച്ചാണ്, എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ കൊച്ചു വീട്. അപ്പോൾ ഇവിടെ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു മലമ്പ്രദേശമാണ്. പക്ഷേ മല എന്ന് പറയുന്നത് അത്ര വലിയ മലയല്ല. നമ്മുടെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് മലയുള്ളത്. ഈ നിൽക്കുന്നതാണ് എൻ്റെ അമ്മ. പിന്നെ വൈഫ് അവിടെ ഇരിക്കുന്നുണ്ട്. നല്ലോണം ചിരിക്കി.